കലവൂരിലെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. സാമ്പത്തിക നേട്ടത്തിനായാണ് പ്രതികൾ സുഭദ്രയെ കൊലപ്പെടുത്തിയത്. 1 മാസം മുമ്പ് നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് കൊലപാതകം. ദമ്പതികളായ മാത്യൂസും ശർമിളയും മാത്യൂസിന്റെ ബന്ധു റെയ്നോൾസും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. സ്വർണം കവരുന്നതിന് പുറമെ സുഭദ്രയ്ക്ക് പ്രതികൾ കടം വാങ്ങിയ പണവും നൽകാതിരിക്കാനായിരുന്നു കൊലപാതകം. നെഞ്ചിൽ ചവിട്ടി കഴുത്ത് ഞെരിച്ചായിരുന്നു ഇല്ലാതാക്കിയത്. ആലപ്പുഴ കലവൂരിലെ കോർത്തശ്ശേരി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടം. പഴമ്പാശ്ശേരി വീടിന്റെ പിൻഭാഗം പോലീസ് കുഴിക്കുന്നു. കടവന്ത്ര സ്വദേശിനി 73-കാരി സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന സത്യം കേരളം ഞെട്ടലോടെ കേട്ടു. വാടക വീട്ടിൽ താമസിച്ചിരുന്ന മാത്യുവിനെയും ശർമിളയെയും കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം. പോലീസിന്റെ സംശയനിഴലിലെന്ന് മനസ്സിലാക്കിയ മാത്യൂസും ശർമിളയും മൃതദേഹം പുറത്തെടുത്ത ചൊവ്വാഴ്ചയാണ് കർണാടകയിലേക്ക് കടന്നത്. എന്നാൽ ശർമിളയ്ക്ക് ആ നാടുമായുള്ള ബന്ധം മനസ്സിലാക്കിയ പോലീസ് ഒരു മുഴം മുന്നേ എറിഞ്ഞിരുന്നു. ഇന്നലെ ഉച്ചയോടെ മണിപ്പാലിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇരുവരെയും പോലീസ് പിടികൂടി. ഇന്ന് രാവിലെ 9 മണിക്ക് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തോപ്പുംപടി സ്വദേശി ശർമിളയും ആലപ്പുഴ കാട്ടൂർ സ്വദേശി മാത്യുവും പരിചയപ്പെട്ടതെങ്ങനെ? കടവന്ത്ര സ്വദേശിനി സുഭദ്ര എങ്ങനെ മാത്യുവിൻ്റെയും ശർമിളയുടെയും വീട്ടിലെത്തി? കഥകൾ ചോദ്യം ചെയ്യലിൽ ഓരോന്നായി പുറത്തു വന്നു. കർണാടക ഉടുപ്പി സ്വദേശിയാണ് ശർമിള എന്നാണ് ആദ്യം ലഭ്യമായ വിവരമെങ്കിലും തുടരന്വേഷണത്തിൽ എറണാകുളം തോപ്പുംപടിയാണ് സ്വദേശമെന്ന് കണ്ടെത്തി. 6-ാം വയസ്സിൽ അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉടുപ്പിയിലേക്ക് ശർമിളയും കുടുംബവും മാറി താമസിച്ചു. 24 വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചതോടെ കർണാടകയിൽ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. അവിടെയും ശർമിളയെ സംബന്ധിക്കുന്ന ദുരൂഹതകൾ ഏറെ. 6 വർഷം മുമ്പ് കേരളത്തിലേക്ക് മടങ്ങി. മക്കളുമായി അകന്നു കഴിഞ്ഞിരുന്ന സുഭദ്ര കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് മരിച്ച ശേഷം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എറണാകുളത്തെ അനാഥാലയത്തിൽ വെച്ചാണ് സുഭദ്ര ശർമിളയെ പരിചയപ്പെടുന്നത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വഴിയാത്രക്കാരന്റെ മാല പിടിച്ചു പറിച്ച കേസിലെ പ്രതിയാണ് മാത്യൂസ്. മത്സ്യത്തൊഴിലാളിയായിരുന്ന മാത്യൂസ് കടുത്ത മദ്യപാനിയായിരുന്നു. ശർമിളയെയും മാത്യുവിനെയും അടുപ്പിച്ച പ്രധാന ഘടകവും മദ്യം തന്നെ. അങ്ങനെ തന്നേക്കാൾ 14 വയസ്സ് കുറവുള്ള മാത്യൂസിനെ ശർമിള വിവാഹം ചെയ്തു. ഇരുവരുടെയും 2ാം വിവാഹം. അമിത മദ്യപാനവും ആർഭാട ജീവിതവുമായിരുന്നു ശർമിളയുടേതും മാത്യൂസിൻ്റെതും. സുഭദ്രയെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ പലതാണെങ്കിലും പ്രശ്നം ഒന്നു തന്നെ: സാമ്പത്തിക ഇടപാട്. സുഭദ്രയുടെ സ്വർണം കവരുക, സുഭദ്രയിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകാതെ എന്നേക്കുമായി ഇല്ലാതാക്കുക. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകമെന്ന് പ്രതികളുടെ മൊഴികളിൽ നിന്ന് പോലീസിന് വ്യക്തമായി. ഓഗസ്റ്റ് മാസം 4-ാം തീയതി കടവന്ത്രയിൽ നിന്ന് സുഭദ്രയെ കൂട്ടിക്കൊണ്ടുവന്നു. 7-ാം തീയതി രാത്രിയോടെ കൊലപാതകം. മയക്കാൻ ഭക്ഷണത്തിൽ മരുന്നു കലക്കി നൽകി. അമിതമായി മദ്യപിച്ച മാത്യുവും ശർമിളയും ചേർന്ന് കഴുത്ത് ഞെരിച്ചും നെഞ്ചിൽ ചവിട്ടിയും വാരിയെല്ലുകൾ തകർത്തുമാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം നോക്കാം. മർഡർ ഫോർ ഗെയിൻ. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം സാധൂകരിക്കുന്നതാണ് പ്രതികളുടെ മൊഴികൾ. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രണം നടത്തിയത് ശർമിളയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ശർമിള മാത്യുവിന്റെ കൈ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവങ്ങളുമുണ്ട്. കേസിൽ ഒടുവിൽ അറസ്റ്റിലായ മാത്യുവിന്റെ ബന്ധു റെയ്നോൾഡിന്റെ പങ്കുൾപ്പെടെ സുഭദ്ര കൊലപാതക കേസിൽ ഇനിയും തെളിയാൻ ഏറെയുണ്ട്. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിബാൽ, 24.